ഓൺ. കഴിഞ്ഞ ദിവസം കലൂർ സ്റ്റേഡിയത്തിൽ 12,000 പേരെ വിളിച്ചു വരുത്തി ദിവ്യ കുണ്ണി എന്തോ പ്രോഗ്രാം അവതരിപ്പിക്കുമല്ലോ. വേൾഡ് റെക്കോർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറി. നേരത്തെ ഗിന്നസ് ബുക്ക് വേൾഡ് റെക്കോർഡായിരുന്നു, ഇപ്പോൾ ബുക്ക് മാറ്റിയല്ലോ, ഡിജിറ്റലായില്ലേ. അപ്പോൾ ഇനി ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് എന്നേ ഉള്ളൂ. ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്നൊക്കെ വേണ്ടിയിട്ട് കുറച്ച് നാളായതേ. അപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡുകാർ എന്ത് വേണമെന്ന് അറിയാൻ ഇരുന്നപ്പോഴാണ് ദിവ്യ കലൂർ സ്റ്റേഡിയത്തിലോട്ട് വാ. അപ്പോൾ 12,000 പിള്ളേർ ഭരതനാട്യം കളിക്കുന്നവരാണെന്ന് പറഞ്ഞു വന്നു. ഇതിനകത്ത് എത്ര പേർക്ക് ഭരതനാട്യം അറിയാമെന്നോ? ഭരതനാട്യം ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, പഠിക്കാൻ താല്പര്യം കാണും, അല്ലെ ഏതെങ്കിലും ഡാൻസ് സ്കൂളിൽ പോയി പിള്ളേരെല്ലാം വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പണ്ട് കളിച്ചോണ്ടിരുന്നവരൊക്കെ കാണും ഈ വീട്ടിലൊക്കെ ഇരിക്കുന്ന കുറേ ചേച്ചിമാര്. അല്ലാതെ 10,000 ഭരതനാട്യക്കാരെന്ന് പറഞ്ഞാൽ അവരാരാണ്? ഇവിടെ അത്രയും 10,000 ഡാൻസുകാരുണ്ട്. ഇവിടെ 10,000 ഡാൻസുകാർ ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അത്രയും സ്ഥലം ഉണ്ടോ എന്നുള്ളതാണ്, അത്രയും സ്കൂളുകൾ ഇവിടെ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ അതില്ല. അപ്പൊ അതില്ലാത്തെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഈ പണ്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുള്ള ചേച്ചിമാര് വീട്ടിലൊക്കെ ഇരിക്കണ ആന്റിമാരൊക്കെ ഒരു കലോത്സവത്തിൽ പങ്കെടുത്തു, അത് കഴിഞ്ഞ് പിന്നെ ഡാൻസ് പഠിക്കാനൊന്നും പോയിട്ടില്ലാത്തവർ എല്ലാം കൂടി ഇങ്ങനെ ഇറങ്ങി വന്നു. എന്നിട്ട് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഈ 12,000 പേര് വന്നതിനകത്തുനിന്ന് കുറച്ച് പിള്ളേരുടെ അടുത്ത് നിന്ന് അറിയാൻ പറ്റിയത് 3,500 രൂപ മേടിച്ചെന്ന്. ഒരു കുട്ടിയുടെ നിന്ന് 3,500 രൂപ എല്ലാവരും കൊടുത്ത് കാണത്തില്ല, പക്ഷെ എങ്കിൽ പോലും ഒരു 10,000 പേര് കൊടുത്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 8,000 പേര് കൊടുത്തെന്ന്. എത്ര കോടി രൂപയായി? ഇത്രയും കോടി രൂപ പിരിച്ചിട്ടുണ്ട്. പിന്നെ കാണികളായിട്ട് വന്ന ബന്ധുക്കൾ ആരാണ്ടൊക്കെ കൂടെ വരുമല്ലോ, എല്ലാവരുടെയും കൂടെ ആൾ വന്നെന്ന് വരത്തില്ല. അവരുടെ 150 രൂപയുടെ ടിക്കറ്റും ഉണ്ടാകുന്നത്. എന്നിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇങ്ങനെ ഒരു കളിപ്പിന് നടത്തിയിട്ട് അതിനകത്ത് കൊടുത്ത തുണി എന്ന് പറയുന്നത് എന്തോ നഖം കൊണ്ട് കീറിപ്പോകുന്ന ടൈപ്പ് തുണിയാണ് അത്രേ കൊടുത്തത്. കല്യാൺ സിൽക്സുകാർ സ്പോൺസർ ചെയ്തായിരിക്കും ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും കൂറത്തുണി കൊടുത്തതെന്ന് തോന്നുന്നു. കൊള്ളത്തൊന്നും ഇല്ല, അതെടുത്ത് ആ പരിപാടി കഴിഞ്ഞാൽ കളയണം. യൂസ് ആൻഡ് ത്രോ എന്തോ പ്രത്യേകതരം തുണിയാണ് അത്. ഇതായിട്ട് ഈ നമ്മുടെ എൻവയോൺമെന്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തുണി പെട്ടെന്ന് ചീത്തയായി ഡീക്കേ ആവുന്ന തുണിയാണ് കൊടുക്കുക. അങ്ങനെയായിരിക്കും അത്. അങ്ങനെ കുറേ പേരെ ഉടുപ്പ് പിടിച്ചുകൊണ്ട് വന്ന് ദിവ്യാവേണ്ടി നടക്കിടുന്ന ഡാൻസും കളിച്ചു. കൊള്ളാം. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ചെയ്തിട്ടുള്ളത്. ഏത് ഇവന്റ് മാനേജ്മെന്റുകാരാണ് നല്ല ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല കച്ചവടമായിരുന്നു. പക്ഷെ അതിനകത്ത് ഈ കൊച്ചു പിള്ളേരൊക്കെ വിളിച്ചു വരുത്തിയിട്ടേ ഈ ഇങ്ങനത്തെ 12,000 പേര് വന്ന് എന്താ ഭരതനാട്യത്തിന് ഒരു ഉടുപ്പിട്ടുകൊണ്ട് നിന്ന് ഭരതനാട്യം പോലെ സാധനങ്ങളൊക്കെ കളിച്ചെന്ന് ദിവ്യാവേണ്ടി നടക്കരുതാണ്ട് കാണിച്ചെന്നും പറഞ്ഞുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്ത് എല്ലാവരെയും കൂടി അങ്ങ് പറ്റിച്ചു. എല്ലാവരും കൂട്ടത്തിൽ അവര് എക്സ്പെക്ട് ചെയ്തെന്താ അവരൊരു പ്രോഗ്രാമിന്റെ ഭാഗമാവുന്നല്ല അവര് വിചാരിച്ചത്. ഇവിടെ വൻ ബിസിനസ് ആണ് ഇപ്പുറത്ത് നടന്നിട്ടുള്ളത്. വലിയൊരു കച്ചവടം നടത്തി, നല്ല കമ്പനി ആയാലും. എന്നിട്ട് അവരെ മറ്റവരെയും വിളിച്ചോണ്ട് വന്നു. ഏതാ പണിയില്ലായിരിക്കുന്ന ഗിന്നസ് ബുക്കുകാരെ. ഇപ്പൊ ആർക്ക് വേണം ഗിന്നസ് റെക്കോർഡൊന്നും എനിക്കറിയത്തില്ല. ഗിന്നസ് ബക്രു ലാസ്റ്റ് ഗിന്നസ് ആണോ? അത് കഴിഞ്ഞ ഗിന്നസ് ഇല്ല. ഗിന്നസ് ഒന്നും ആർക്കും വേണ്ടേ. അതിനിടെ വന്നേക്കോ ദിവ്യാണ്ടി 12,000 പേരെയും വിളിച്ചോണ്ട് എങ്ങാണ്ടൊന്നൊക്കെ. ദിവ്യാണ്ടി അല്ല വിളിച്ചേക്കുന്നത്, ഇവരെല്ലാം കൂടെ തപ്പിയെടുത്തു. ഇത് കുറച്ച് നാളായിട്ട് തപ്പുക, അതിനുള്ള പണിയുണ്ട് ശരിയാണ്. പക്ഷെ ഇത്ര ഭയങ്കരമായൊരു തപ്പലിനിടയിൽ ഒരു 4-5 കോടി രൂപയുടെ ഒരു പരിപാടി അവതരിപ്പിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് മണിക്കൂറുകൾ. ഇവിടെ പ്രശ്നമായത് എപ്പോഴാണെന്നറിയോ? ഇത് ആ ഉമാ തോമസ് അവിടെ പോയി ഒന്ന് മറിഞ്ഞു വീണപ്പോഴാണ് ഇത് വേറെ രീതി വാർത്തയായത്. എല്ലാം ഇതൊന്നും ആരും അറിയത്തൊന്നുമില്ല. ഇതൊരു പ്രത്യേക രീതി നടത്തിക്കൊണ്ടങ്ങ് പോയേനെ അവര്. മനസ്സിലായോ? ഭയങ്കര മീഡിയ അറ്റൻഷൻ ഒന്നും കിട്ടിയില്ല. ഇന്നലെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ജാസ്മിൻ കാണാൻ പോയേക്കുന്നത്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ പരിപാടി ഇവിടെ നടക്കുന്നുണ്ടെന്ന്. ഇത് പല സർക്കിളിൽ ഇത് എത്തിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു ന്യൂസ്. അല്ലാതെ സ്റ്റേഡിയത്തിന് ചുറ്റിയിരുന്നവരാരും അറിഞ്ഞിട്ടൊന്നും ഇല്ല അല്ലേ? നമ്മളിന്ന് സ്റ്റേഡിയത്തിൽ പോകുന്നവരെ നമ്മളാരും അറിഞ്ഞില്ല ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടോ. പെട്ടെന്ന് ഒപ്പിച്ചതാ. അത് ആൾക്കാർ അറിഞ്ഞ് സംസാരമായാലേ ചിലപ്പോൾ ഇത് ചോദിക്കും, പറയും. അതെ അതെ, ഇതിന് മുന്നേ പറഞ്ഞാൽ പിന്നെ പ്രശ്നമായാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ ഉമ്മ പോയി വീണപ്പോൾ ഞങ്ങൾ അറിഞ്ഞു. ഉമ്മയുടെ തലയടിച്ച് വീണെന്നോ റിബൺ കെട്ടിയെടുത്തോട്ട് റിമയ്ക്ക് പറഞ്ഞു. പുള്ളിക്കാർക്ക് റിബൺ ഏതാ കമ്പി ഏതാന്ന് മനസ്സിലായില്ലെന്ന്. റിബണെ ചെന്ന് ചാരി നിന്നു, അപ്പോൾ തലയടിച്ച് വീണ്. എന്നെ ഐറ്റമൊക്കെ കാണും. ഇതിനൊക്കെ ആരുടെ അങ്ങോട്ട് വിളിച്ചിരുന്നു. ഇത് എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെ നമ്മുടെ നാട്ടിലെ ഈ നെപ്പോട്ടിസം എന്ന് പറയുന്ന പരിപാടിയുടെ വേറൊരു വകഭേദമാണ്. അതായത് ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ, അപ്പം മരിച്ച മോൻ, അങ്ങനെ വന്നതാ. അല്ലാതെ വലിയ സംഭവമൊന്നും ഇല്ല. ഇവരെ ഞാൻ കണ്ടിട്ട് ഒരു പ്രാവശ്യം കണ്ടാന്ന് ഇങ്ങനെ അവളുടെ അടുത്ത് ചായ കുടിക്കുന്ന പാവ സ്ത്രീയാ. അതിനറിയത്തൊന്നും ഇല്ല ഇതെന്തോ. ആരാണ്ട് പിടിച്ച് ഇലക്ഷൻ നിർത്തിയതാ, കോൺഗ്രസ് അല്ലേ. കുറച്ച് മറിച്ചിട്ട് മറ്റേ റൂഡായിട്ടൊക്കെ ഉള്ള പോലെ നമുക്ക് തോന്നും ചില കാര്യങ്ങൾ. അവർക്ക് അവരുടെ ഏറ്റവും വലിയ കോമഡി എന്നാന്നറിയോ? ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഉരുട്ടി ചോറുണ്ടാക്കി വെച്ചെന്ന്. അത് വാർത്തയായി. ഭർത്താവിന് കഴിക്കാനാന്ന് പറഞ്ഞാൽ ചോറ് ഇട്ട് വെച്ചേക്കുന്നു. അല്ല, വേറെ പരിപാടി. പുള്ളിക്കാരി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം, ഇയാൾ മരിച്ചതിന് ശേഷമാണ് പുള്ളിയുടെ ഈ പി ടി തോമസ് മരിച്ചതിന് ശേഷം പുള്ളിക്കാരി ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രചരണം പരിപാടിയൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ പുള്ളിക്കാരത്തി ഏതോ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് ഒരു പാഴ്സലും കൂടി വാങ്ങി. എന്തിനായിരിക്കും? അയ്യോ, ഇതേ പരിപാടിക്കോ?
കിടിലാണല്ലോ. ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ വോട്ട് ചെയ്യിപ്പിച്ച ആളാണെങ്കിൽ പോയി റിബണാണെന്ന് കരുതി ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ പോലെ മറ്റേ എന്താ പറയുക ബാരിക്കേഷനാണെന്ന് കരുതി റിബണെ ചെന്ന് നിന്നെന്നോ ചാടിയെന്നോ തലയടിച്ച് വീണെന്നോ ഏണ്ടൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇത്തരം ഈ ജോലി ഇതൊരു ജോലിയും കൂടിയാണല്ലോ. വീട്ടിൽ മാത്രം ഇരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഇതുപോലത്തെ സാധനങ്ങൾ കണ്ടാൽ മനസ്സിലാകത്തില്ലായിരിക്കും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ നിയമനിർമ്മാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഭാഗമായിട്ടിരിക്കേണ്ട ഒരാള് എങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നത്. അതെ അതെ, ഭർത്താവ് മരിച്ച ഭാര്യ, അതാണല്ലോ ഇവിടുത്തെ രീതി. അവര് വ്യക്തി എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഒരു നല്ല സ്ത്രീ ആയിരിക്കും എന്തായാലും, പക്ഷെ അവർ ഈ പൊസിഷന് കറക്റ്റ് ആണോ എന്നുള്ള ചോദ്യം നേരെ അപ്പുറത്തുനിന്നെടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചു. അത് കഴിഞ്ഞ് ഇനി മക്കള് വരും, ഇനി എന്തൊക്കെ കാണണം ഇവിടെ. ആ കാര്യത്തിൽ ആകെ എനിക്ക് CPM-മാരോട് ഒരു ചെറിയ താല്പര്യമുള്ളത് ഈ ഒരു കാര്യത്തിലാണ്. വേറെ ഇവന്മാർ ഈ കോൺഗ്രസ്സുകാർക്ക് ഈ പ്രശ്നം. തന്റെ അപ്പൻ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണെങ്കിൽ തനിക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് പാർട്ടിയിൽ വലിയ റോളൊന്നും ഉണ്ടാവുന്നില്ല. മറ്റെന്തെങ്കിലും ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാവുമായിരിക്കും ചിലപ്പോ, പിൻവാതിലിൽ കൂടെ കയറി ഇറങ്ങി പോകാൻ പറ്റും. പാർട്ടിക്കകത്ത് പ്രത്യേകിച്ച് ഒരു റോളും തനിക്ക് ഇവിടെ മുഖ്യമന്ത്രി ആവാൻ പറ്റൊന്നുമില്ല. അതെ, ഇവിടെ അതല്ല. ഇപ്പൊ അഥവാ താൻ കഴിവുള്ളവനാന്ന് വിചാരിച്ചോ, അപ്പോഴും പാർട്ടി സമ്മതിക്കില്ല. അത് വേണ്ട, അത് പാർട്ടിയുടെ തത്വങ്ങൾക്ക് എതിരാന്നും പറഞ്ഞ അവിടെ പിടിച്ചെടുത്തു. അതും പ്രശ്നമാണ് ആളുകൾ വിചാരിക്കരുത്. ഇവിടുന്ന്. പക്ഷെ മറ്റവരെ കോൺഗ്രസ്സുകാരുടെ പ്രത്യേകത അറിയോ, രാജീവ് ഗാന്ധി തുടങ്ങി, അല്ല ജവഹർലാൽ നെഹ്റു തുടങ്ങി, അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധി എത്തി, ഇന്ദിരാഗാന്ധി വന്നു, അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധി വന്നപ്പോൾ ഇനി പോരാത്തിന് ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ പപ്പുവിനെ കൂടെ അവിടെ സ്ഥാപിക്കാതെ ഇവർക്ക് സമാധാനം ഇല്ലെന്നാ പറയുന്നത്. മറ്റേ സാധനം പറയണം, ഇവര് ഗാന്ധി എന്നുള്ള സർനെയിം കയറ്റിയതിന്റെ പുറകിലെ ചരിത്രമുണ്ട്. ഗണ്ഡിയാണ് ഗാന്ധി ആയത്. അപ്പൊ ഗാന്ധി എന്നുള്ള സാധനം വെച്ചതുപോലും ഈ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ എന്തിനാണ് ഗാന്ധി എന്നൊക്കെ പേരിന്റെ കൂടെ ചേർക്കുന്നത്. അതെ അതെ അതെ, ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് കിടന്നപ്പോ മോഡി അതിൽ കൂടുതലൊന്നും പറ്റിച്ച്. എനിക്ക് ഈ മോഡി ആ കാര്യത്തിൽ ഒരു വിരോധമില്ലല്ലോ. ഇന്ദിരാഗണ്ഡിയാണ് ഇന്ദിരാഗാന്ധിയായി, പിന്നെ അങ്ങോട്ട് പിന്നെ ഗാന്ധിയായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഹ്റുവിന്റെ മറ്റേ ആരാണ്ടാണ് ഗാന്ധി എന്നുള്ള പോലെ അവരും തമ്മിലെന്തോ ബന്ധമുണ്ടെന്നുള്ള പോലെ. ഇവിടെ കുറെ കാലം ഞാനിങ്ങനെ വിചാരിച്ചോണ്ടിരുന്നു, അതായത് ഞാൻ വിചാരിച്ചത് മഹാത്മാഗാന്ധിയുടെ മോളാണ് മറ്റേ ഗാന്ധി, മക്കളും ആൾക്കാരും. ശരിയാ, എനിക്ക് പണ്ട് കൊച്ചിൽ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് നമ്മളെ. അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് അത് തിരിച്ചറിയാത്തവരെ ഇപ്പോഴും കോൺഗ്രസ്സുകാരായിട്ട് നടക്കുന്നതെന്ന് തോന്നുന്നല്ലേ. അവർക്കറിയില്ല, അറിയത്തില്ലായിരിക്കും ചിലപ്പോൾ. അവര് കോൺഗ്രസ്സുകാരായിട്ട് ഇരിക്കുവോ, ഗാന്ധി ആണെന്നൊക്കെ വിചാരിച്ച് ഇവരെ പറ്റിക്കോ. ഒരു കുടുംബം വന്ന് നല്ല പരിപാടി എന്നിട്ട് മോഡി അതൊന്ന് കുളമാക്കി. സത്യം മോഡി കുളമാക്കുക ചെയ്തത്. കൈ കൊടുത്തു ഇത്. അത് കഴിഞ്ഞ് ശരി, ഇത് ഇടയ്ക്ക് ഇതായിപ്പോയി. മോഡി പറ്റിച്ച് ശരിക്ക്. മോഡി ഇടയ്ക്ക് കയറി അങ്ങ് മെഴുകി കൊടുത്ത് മതി, നിർത്തിക്കോളാം മതി ഉടായ്പൊക്കെ. അങ്ങനെയാണ് പുള്ളി കയറിയേക്കുന്നത്. അല്ലാതെ ഇത് മോഡി എത്ര മെച്ചപ്പെട്ടവനായതുകൊണ്ടാണെന്നൊന്നും അല്ല, എല്ലാവർക്കും അറിയാതെ. പക്ഷെ ഇതെന്ത് ചെയ്യാൻ പറ്റും? തന്തയും തള്ളയും മക്കളും കൊച്ചുമക്കളും ഇനി ഇതിലും ചെറുതെല്ലാം ഉണ്ടായാലും രാഹുൽ ഗാന്ധിക്കൊന്നും കൊച്ചുങ്ങളില്ലാത്ത വന്നായെന്ന് തോന്നുന്നു. അല്ല, അതിനെ ഞാൻ പൊക്കി എടുത്തോണ്ട് ഇപ്പൊ ഇലക്ഷൻ നിർത്തിയാണ്. എവിടെ വല്ല മറ്റേ വയനാട്ടിന് ഇപ്പുറത്തോ എല്ലാം കൊണ്ട് കോഴിക്കോടോ കാസർഗോഡോ എറണാകുളത്ത് നിർത്തി ജയിക്കും. ഇവിടെ ഇങ്ങനത്തെ മണ്ടന്മാരുടെ കൂടുതലാണ്. കേട്ടാ മതി. അതങ്ങനെ കുറെ പേര്. ഇവന്മാർക്ക് മതിയായില്ലേ ഇത്? ഉമ്മൻചാണ്ടിന്റെ മോനാന്ന് പറഞ്ഞൊരു വേറത്തെ നടപ്പുണ്ട് അതുവഴി. അതിനെയൊക്കെ കണ്ടാച്ചാ മതി. അങ്ങനെ കുറെ കക്ഷികൾ. പുള്ളി ഉമ്മൻചാണ്ടിയായിട്ട് ഇറങ്ങിയേക്കാം. ഉമ്മൻചാണ്ടിയായിട്ട് തന്നെ ജീവിതം. രഞ്ജിത്ത് മോഹൻലാലായിട്ട് ഇറങ്ങിയ പോലെ പുള്ളി ഉമ്മൻചാണ്ടിയാണ്. പുള്ളി ഉമ്മൻചാണ്ടിയുടെ ലൈൻ പിടിച്ചേക്കണം. പള്ളിയിലൊക്കെ പോയി അതുപോലെ ഇരിക്കുക, അപ്പൻ ഇരുന്ന പോലെ സൈഡിൽ പോയിരിക്കുക. ഇങ്ങനെ കാണിക്കുമ്പോൾ നാട്ടുകാർ മണ്ടന്മാരായതുകൊണ്ട് പോരാത്തിന് മറ്റേ ശവക്കല്ലറെ കൊണ്ട് നിവേദനം കൊടുത്തെന്ന് ആരാണ്ടൊക്കെ. എവിടെ ഇത്രയും വിഡ്ഢികളുള്ള സ്ഥലത്തെ ഞാനതല്ല അലയിക്കുന്നത്. ഇപ്പൊ ഉമ്മൻചാണ്ടി എന്തു ആയിക്കോട്ടെ, ഒരു നേതാവായിട്ടൊരു നാട്ടിൽ ജീവിച്ച് മരിച്ച് കുറേ വർഷങ്ങളോളം ഇതിനകത്ത് നിന്നിട്ട് അയാളെ മരിച്ചു കഴിയുമ്പോൾ അയാളുടെ ഈ ശവക്കല്ലറയുടെ അവിടെ ഒരു മനുഷ്യൻ വന്നിട്ട് എന്തെങ്കിലും എഴുതി ഒരു സാധനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാളെ നാട് നശിപ്പിച്ചില്ലേ? അത് മനസ്സിലാകുന്നില്ലേ പുറത്തുനിന്ന് നോക്കിയിട്ട്? ഇത്രയും വിവരമില്ലാത്ത മനുഷ്യരെ എങ്ങനെ അവിടെ നിർത്തി? വിദ്യാഭ്യാസം ഉണ്ടെന്നാണ് പറയുന്നത് എല്ലാവർക്കും. പക്ഷേ ഇത്തരം മണ്ടത്തരങ്ങൾ ചെയ്യിക്കാൻ ഒരാൾക്ക് എങ്ങനെ പ്രേരണയാവുന്നു? ഇതെന്താ പറയാമോ, ഇത് അങ്ങനെ വെറുതെ സംഭവിക്കുന്നതൊന്നും ഞാൻ വിചാരിക്കണമെന്നില്ല. ആൾക്കാർ വെറുതെ ഇതൊക്കെ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട്. പക്ഷെ എന്നാൽ ഇത് കാണിക്കുമ്പോ തോന്നണ്ടേ, വോട്ട് ചെയ്യാൻ തോന്നണ്ടേ? കാണിക്കുമ്പോ ആ കൊടുത്തവന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നതിന്റെ ഒപ്പം തന്നെ ആളുകൾ വേറെ സാധനം ചിന്തിക്കും. ഉമ്മൻചാണ്ടി എന്നാലും അതുപോലത്തെ ഒരു മനുഷ്യനായിരുന്നു. അത് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിപാടി മാത്രമാണ്. എപ്പോഴും അതല്ലേ ചോദിക്കുന്നത്. ഇതിപ്പോ എന്റെ അടുത്താണ് ഈ സാധനം കാണിച്ചത്, ഞാൻ ഉറപ്പായിട്ട് ഇത് കാണുമ്പോ മൊത്തത്തിൽ ആ ഉമ്മൻചാണ്ടി വരെ നമ്മൾ സംശയിക്കുന്നത് ഇങ്ങനെയാ.
അതായത് ഒരു വൃത്തികെട്ടവനോട് ഉണ്ടാക്കിയെടുത്തു. ഒരു മനുഷ്യനെ എങ്ങനെ ഇത്രയും വിഡ്ഢിയാക്കാൻ പറ്റും? പോട്ടെ, ഈ വിഡ്ഢിത്തരം കാണിക്കുമ്പോൾ ജനം അംഗീകരിക്കണമല്ലോ. ഇത് പുണ്യങ്ങളാക്കാൻ പോകുമ്പോൾ അവരതിന് എന്തെങ്കിലും തരത്തില്ലോ സൈലന്റ് ആകുമെങ്കിലും വേണം. കുറച്ച് കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കുമെന്ന് പറയുമ്പോൾ ഈ ഉമ്മൻചാണ്ടി ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയോട് പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ നടന്നു, സർക്കാരിന്റെ കാര്യങ്ങൾ നടത്താൻ ഉമ്മൻചാണ്ടിയോട് പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നൊവേനെ കണക്കായിരിക്കും കൂടെ. അതും പറയാം. അല്ല, നോക്കി നടന്നില്ല. അതാ എന്താ ഒത്തില്ല. കുറച്ച് അവിടുത്തെ തലയ്ക്ക് വെളിയില്ലാത്തവരെ കൊണ്ട് പറ്റിക്കാനൊക്കെ പറ്റിയായിരിക്കും. പക്ഷെ എങ്കിൽ പോലുവേ അവര് സൈലന്റ് ആയി. അവരാരും ഒന്നും പറഞ്ഞില്ല. ഈ ഇത്തിരി തെണ്ടിത്തരം കാണിക്കുന്ന കണ്ടിട്ട് മാർക്കറ്റിങ്ങിന് യൂസ് ചെയ്ത ഒരു തെണ്ടിത്തരം. മരിച്ചുപോയ ഒരാളുടെ ശവക്കലറെ കൊണ്ട് ആരോ എന്തോ എഴുതിയിടുന്ന അത് വലിയ സംഭവമാക്കി അങ്ങ് പ്രചരിപ്പിച്ചപ്പോൾ ആരും എതിർക്കുന്നില്ല. ഞാനുണ്ടെങ്കിൽ എനിക്ക് ഇത് കാണുമ്പോഴേ അറിയാം തെണ്ടിത്തരം നടക്കുവാന്ന്. പിന്നെ ഈ പറഞ്ഞാൽ മോനെ പിടിച്ച് ഇലക്ഷൻ എടുത്ത് കാണുമ്പോൾ മോൻ എന്താ ക്വാളിറ്റി നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ലെങ്കിൽ പിന്നെ അവന് വോട്ടും ഞാൻ ചെയ്യത്തില്ല. അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ പി ടി തോമസിന് സംഭവം നടന്നപ്പോൾ പി ടി തോമസ് എഴുതി വെച്ചത് ഇതൊന്നും അല്ല. പുള്ളി എന്തോ പറഞ്ഞോ അതിന് വിപരീതമായിട്ട് ഇവിടെ കോൺഗ്രസ്സുകാർ ചെയ്ത് തന്നെയെന്നറിയോ? ഞാൻ എന്നാ ഇവിടെ വരുമ്പോൾ കാണുന്നത് ഇവിടെ മുഴുവൻ അങ്ങ് പോസ്റ്റർ ഒട്ടിച്ചേക്കുവാടോ. ഈ ഇലക്ഷൻ ഇവർ പ്രചരണാർത്ഥം ശരിക്കും ഇലക്ഷൻ ആയിട്ടില്ല, അത് അടുത്ത വരുമല്ലോ. അപ്പോൾ ഭാര്യ നിർത്തണമല്ലോ. അത് മുൻകൂട്ടി കണ്ടിട്ട് ഭയങ്കര പോസ്റ്റർ കളി. അപ്പോഴേ എനിക്കറിയാവുന്നു ഇയാളെതിരെ അതിന് ഇയാളെ പറഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഇത് വെച്ച് കളിക്കരുതെന്ന് പറഞ്ഞു. അത് പക്ഷേ പള്ളിയെ മാത്രം ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അതിനേക്കാൾ വലിയ പ്രചരണം നടത്തി. പലതും പറയും. പുള്ളിയുടെ ഒരു ഐഡിയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാള് ഒരു അപ്പൻ മരിച്ചു കഴിഞ്ഞാൽ മകനാകുന്നതിനെ കുറിച്ച് പുള്ളി അഭിപ്രായത്തിനോട് വ്യത്യാസം മനസ്സിലാകുന്ന തോന്നുന്നു. പുള്ളി അതിനെ വിമർശിച്ചിട്ടുള്ള ആളാണ്. ആ രീതി ശരിയല്ലെന്ന്. അതുമല്ല, പുള്ളിയുടെ മരണത്തെ വിൽക്കരുത്, അല്ലെ മരണം വെച്ചിട്ട് അധികം കളിക്കരുത് എന്നുള്ള എന്തോ ഡയലോഗ് പുള്ളി പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അതിന് നേരെ വിരുദ്ധമായിട്ട് ഈ ശ്രീനാരായണ ഗുരുവിന് പറ്റിയ പോലെ ഒരു സാധനം അങ്ങ് കാണിച്ചെന്ന് ഇവര്. ആ മനുഷ്യനോട് ഇത്രയും മോശപ്പെട്ട രീതി തന്നെ ചെത്തി. അതാണ് കാണിച്ചത്. അത്രയും തെണ്ടിത്തരം കാണിച്ചിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് ആ പുള്ളിക്കാരെ വിളിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെ കൊണ്ട് നിർത്തിച്ചിട്ട് ഈ നാട്ടുകാരെ പറ്റിക്കാനുള്ള സ്കീം അങ്ങ് ഇറക്കി. എടോ, ഫിറോസ് കുന്നംപറമ്പിൽ സീറ്റ് കൊടുത്തേക്കുന്നു. മനസ്സിലായോ? നമ്മളിത് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊന്നും അല്ല. ഇവിടെ വേറെ തട്ടിപ്പ് പറഞ്ഞുകൊണ്ട് അതേപോലെ തന്നെ സിമിലർ തട്ടിപ്പുകൾ നടന്നതിനെ പറ്റി അറിയാതെ വരുന്നതാണ് ഫിറോസ് കുന്നംപറമ്പിലേക്ക് പേര്. കാരണം ചാരിറ്റിയിൽ ഇത്തരം തട്ടിപ്പ് നടത്തിയ ഈ കേരളത്തിലെ ഏറ്റവും പ്രമുഖ വ്യക്തികളിൽ ഒരാൾ, അറിയപ്പെട്ട, അത് ഓൺലൈനിൽ കൂടെ ചാരിറ്റി തട്ടിപ്പ് നടത്തിയ ഫിറോസ് കുന്നംപറമ്പിൽ. അതിനു മുമ്പ് മറ്റേ ഭക്തിയിലൂടെ തട്ടിപ്പ് നടത്തിയ എല്ലാ ഭക്തി സ്ഥാപനങ്ങളും. പിന്നീട് ഇപ്പോൾ അങ്ങനെ അത്രയ്ക്ക് തട്ടിപ്പ് കുറവാണ്. ഇപ്പോൾ മറ്റവരാ എന്താ പോലീസാണെന്നോ CID ആണെന്നോ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയാണെന്നൊക്കെ പറഞ്ഞ് കോൾ വന്നാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യരുത്, നിങ്ങളെ പറ്റിക്കും എന്നൊക്കെ പറഞ്ഞ് ടെലിഫോൺ വിളിക്കും. ഓരോരുത്തരെ വിളിക്കുമ്പോൾ ഈ ഓഡിയോ മെസ്സേജ് നോക്കാം. ഒരു രാജ്യത്ത് ഇങ്ങനത്തെ ഒരു ഓഡിയോ മെസ്സേജ് കേട്ട് കാണത്തില്ല, ഇന്ത്യയിലല്ലാതെ. ഇവന്മാരുടെ ഗതികേട് നോക്കണം. ഈ പോലീസുകാർ യൂട്യൂബ് നോക്കിയിരിക്കുന്ന സമയത്ത് ഇതൊക്കെ പിടിച്ചുകൂടെ? യൂട്യൂബിൽ എന്തോ പറഞ്ഞു, യൂട്യൂബർ എന്തോ കാണിച്ചു, ഒരു മളിയെന്ന് പറഞ്ഞോ മയിരെന്ന് പറഞ്ഞോ ഇതും പറഞ്ഞ് നടക്കുക. മനസ്സിലായി? ഇവരെപ്പോഴും ഇതാ നോക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഇതൊന്നും പിടിക്കാൻ പറ്റുന്നില്ല. അവരെങ്ങനെ പിടിക്കും? അവർ കൂടുതൽ നേരം യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുമല്ലേ. പിന്നെ അതും അല്ലെങ്കിൽ പെറ്റി മറ്റേ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും, വേറൊരു പണിയില്ല. അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. ഇതാണ് അവരുടെ ഏറ്റവും വലിയ പണി. എടോ, അവിടെ വെള്ളം പൊങ്ങിയിട്ട് ഒരുത്തരെയും കണ്ടില്ലെന്ന്. അവിടെ ഈ ലുലുവിന്റെ ഫ്രണ്ടിലാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ളത്. അവിടെ ഒരാൾ പോലും വന്ന് നിന്നില്ല. ട്രാഫിക് പോലീസ് ഇല്ലല്ലോ. ട്രാഫിക് പോലീസിനെ കാണുന്നുണ്ടോ? ട്രാഫിക് ഇല്ലല്ലോ എന്ന് പറയണേ. മഴയല്ലേ? അതെ, അല്ല മഴയുടെ കാര്യമല്ല. അല്ലാത്തപ്പോഴും പീക്ക് ടൈമിലൊന്നും ട്രാഫിക് പോലീസിനെ കാണുന്നില്ല പലയിടത്തും. ഞാൻ ഒത്തിരി വീഡിയോ ഒരു ദിവസം ഓട്ടോക്കാരൻ നിന്ന് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നു. ഒരു പയ്യൻ നിന്ന് ട്രാഫിക് കൺട്രോൾ ആണെന്നേ. കാക്കിയിട്ടിട്ടുണ്ട് ഓട്ടോക്കാരൻ. അപ്പോൾ ഓട്ടോക്കാരൻ വേണേൽ ചെയ്യാം, ബസ് കണ്ടക്ടറും കാക്കിയാണേ ചെയ്യാം. അതാണ് അതിന്റെ ഒരു കാക്കി ഉടുപ്പിട്ടാ മതി. അങ്ങനെ നോക്കിയപ്പോ ഒരു സിവിലിയൻ ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം വരെ ഉണ്ട്. അതെ. അപ്പൊ അങ്ങനെ നോക്കുന്നതിൽ കാര്യമില്ല. ഇവരുടെ പണി ഇവരെടുക്കട്ടെ. അല്ലാതെ ഇവർ അവിടെ കയറി ഇരുന്നിട്ട് മറ്റേ ഇവിടെ ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ എറണാകുളം സിറ്റി ലിമിറ്റ്സിനകത്ത് എവിടെയെങ്കിലും ആ വെള്ളം പൊങ്ങാത്ത സ്ഥലമുണ്ടോ? വളരെ കുറച്ച് സ്ഥലത്ത് വെള്ളം. ട്രാഫിക് നോക്കാൻ വരത്തില്ല. ട്രാഫിക് നോക്കാൻ അന്ന് അവരെല്ലാം വീട്ടിൽ പോകും. നേരത്തെ മഴയാന്ന് പറഞ്ഞ് ഒരു 5 മണിക്ക് വീട്ടിൽ പോകുന്നു പോലീസ് തോന്നുന്നു. അങ്ങനെ കണ്ടാണ് രാത്രി ഇറങ്ങി ഈ പറഞ്ഞ പോലെ ഇതാ പരിപാടി. പെറ്റിയടിക്കും. ആ പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ റോഡിൽ വീണ്ടും സാധാരണ രീതിയിൽ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ അവര് വരും. ഹെൽമെറ്റ് വണ്ടിക്ക് ചുറ്റും നടന്നു നോക്കുക. അതില്ല ഇതില്ല മറ്റേ ഇല്ല മറിച്ചില്ല പെറ്റിയടിക്കാൻ വന്നിട്ട് കാശ്. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഇവർ ഭയങ്കര നാണം കെട്ട ജീവിതം കേട്ടോ. നാണം കെട്ട ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയും നാണം കെട്ട ജീവിതം ഉള്ളത് വേറൊരു രാജ്യത്തും പോലീസുകാർക്കില്ല. അത് കേരള പോലീസിനുണ്ട്. അത് പ്രത്യേകിച്ച് MVDക്കും. അല്ലാതെ ഈ പറഞ്ഞ ഉടായ്പും കാണിച്ച് പോക്കറ്റ് അടിക്കാനും പിടിച്ചു പറിക്കാനും മാത്രം ഇറങ്ങിയേക്കുന്ന ആൾക്കാർ അവർ വല്ലാത്ത ജോലിക്കാരാണ്.
എന്തെങ്കിലും പരാതി കൊടുത്താൽ അതിനകത്ത് എഴുതാൻ അറിയത്തില്ല, തിരിച്ചു മറിച്ച് എഴുതി വല്ലവൻ്റെ കൈക്കൂലി മേടിച്ചിട്ട് അവന് വേണ്ടി പണിയെടുക്കുന്ന പോലീസുകാർ. എന്തൊരു നാണക്കേടാന്ന് നോക്കിയോണേ. വിളിച്ചെന്നൊക്കെ പറയുന്ന പോലീസുകാരൊക്കെ ഉണ്ട് ഇവിടെ. എന്തൊരു നാണംകെട്ട ജീവിതമാണ് ഇവനൊക്കെ. ഇത്രയും പബ്ലിക് ഒന്ന് നാണംകെടാവോ അല്ലേ? കൈക്കൂലിയൊക്കെ മേടിച്ച്, പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് വന്നങ്ങ് നാണം കെടുക. അയ്യോ, ആരും ഇതിനൊക്കെ ഇതൊരു PSC എക്സാം വേണ്ട എഴുതിയിട്ട് കയറിയിട്ട് കിടന്ന് കാണിക്കുന്ന അഭ്യാസമാണ് ഇതൊക്കെ. കുറച്ചായിട്ടൊക്കെ അറിയുകയും ചെയ്യാം. ഈ വകുപ്പൊക്കെ അറിയായിരിക്കും, മനസ്സിലായി, അത്രേ ഉള്ളൂ. വേറെ ഈ കേരളം വിട്ട് പോയിട്ടില്ല, ലോകത്തൊരു രാജ്യത്തെ പറ്റി ഒരു വെണ്ട അറിയത്തില്ല. അത് കാണിച്ചു കൂടുന്ന വിഡ്ഢിത്തരങ്ങളോ നമ്മൾ എന്തെല്ലാം കണ്ടേക്കുന്നുണ്ടോ നേരിട്ട്? പൊട്ടത്തരം പറയുന്ന വന്നിറങ്ങിയിട്ട് ഒരു ദിവസം രണ്ടുപേര് തമ്മിൽ എന്തോ കശവശ ഉണ്ടായിരുന്നു. ഒരാളുടെ കൂടെ ഒരു സ്ത്രീയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്, ചെറിയ പിള്ളേരാ, പെങ്കൊച്ചുണ്ട്. അപ്പോൾ ഈ പെങ്കൊച്ചിനെ എന്തോ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രശ്നം നടക്കുന്നു, കമന്റ് അടിച്ചു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവര് രണ്ട് ആണുങ്ങൾ തമ്മിൽ ഭയങ്കര കശവിശ, പിന്നെ ഒന്നും തള്ളും. അങ്ങനെ ഒരു വണ്ടി പോലീസ് അങ്ങ് വന്നിറങ്ങാണ്. എന്നിട്ട് ജീപ്പിനകത്തുനിന്ന് CI പുറത്തേക്ക് ഇറങ്ങുന്നു. CI പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിക്കുകയാണ്, നീ ആരുടെ അതൊക്കെ ചോദിക്കാൻ? ഏത് ഈ പെങ്കൊച്ചിനോട് എന്തോ പറഞ്ഞവൻ പെങ്കൊച്ചിനെ കമന്റ് അടിച്ചവനോട് പറയാണ്, നീ ആരാ, സദാചാര പോലീസോ? അല്ല, കമന്റ് അടിച്ചവനല്ല, പെങ്കൊച്ചിനെ കമന്റ് അടിച്ചെന്ന് പറഞ്ഞ് കൂടെ ഉണ്ടാകുന്നവൻ വഴക്കുണ്ടാക്കിയവനോട് ചോദിക്കും, നീ ആരാ, സദാചാര പോലീസാണോ? സദാചാര പോലീസോ? നീ എല്ലാവരും ചോദിച്ചാൽ അത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയണം. തൊട്ടപ്പുറത്തോട്ട് അങ്ങനല്ല, അപ്പുറത്തെടുത്ത് നിൽക്കുന്ന നമുക്കറിയാവുന്ന അവന്റെ കാതയില് കുരിശിന്റെ കമ്മലുണ്ട്, മുടിയും വളർത്തിയിട്ടുണ്ട്. അവനോട് അവൻ ചോദിച്ചേ, കുരിശുമാല അല്ല കമ്മലൊക്കെ ഇട്ടുണ്ട്, അവൻ കുരിശിന്റെ കമ്മലൊക്കെ ഇട്ടുണ്ട് ഇറങ്ങിയേക്കുവാ. അത് പെണ്ണുങ്ങളെ കൊണ്ട് ഇറങ്ങി നടക്കുവാണോ, രാത്രിയിൽ ഇറങ്ങി നടക്കുവാണോ നീ എന്ന് അതിന് മുമ്പ് ചോദിക്കുന്നുണ്ട് പുള്ളി മറ്റേയാളോട്, നീ ആരാ, സദാചാര പോലീസാണ്. എന്നിട്ട് ഇപ്പുറത്ത് അതിലും വലിയ കോമഡി പറഞ്ഞു, ഭാഗ്യത്തിന് ക്യാമറ ഒന്നും ഓണല്ല. അത് ശരിക്കും ഇനി പോലീസുകാർ വന്നിറങ്ങുന്നിടത്ത് ക്യാമറ ഓണാക്കി നമുക്ക് ചിരിക്കാൻ ഒത്തിരി കിട്ടും, ഇഷ്ടം അല്ലേ? നമുക്കിനി തൊട്ട് ഇങ്ങനെ ക്യാമറ ഓണാക്കി വെക്കണം ഇവര് തുടങ്ങുമ്പോഴേ. പൊട്ടത്തരം, ഇത് കണ്ടന്റ് സൂപ്പർ ആയിരിക്കും, ചിരിച്ചു മരിക്കും. കണ്ടിട്ടില്ലേ എല്ലാം? പോലീസുകാരുടെ വീഡിയോ വരുന്നുണ്ടോ യൂട്യൂബിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. എന്നിട്ട് വല്ലയിടത്തും പോയി ഏതെങ്കിലും പിള്ളേർ കല്യാണത്തിന് എങ്ങാണ്ട് തലവെളിയിലിട്ടെന്ന് കാറിന്റെ പുറത്തോട്ടെങ്ങാണ്ട് അവരെ പൊക്കി നിർത്തിക്കൊണ്ട് വന്ന് മാപ്പ് പറക്കല്, അവരെ പഠിപ്പിക്കല്, എന്തൊക്കെ പണിഷ്മെന്റ് കൊടുക്കല്, ഭയങ്കര മിടുക്കന്മാരാവുക. എന്ത് മിടുക്ക ഇതൊക്കെ? ഇതാണോ മിടുക്ക്? എനിക്കത് മനസ്സിലായില്ലേ. ഇത് ഇവരെല്ലാം തികഞ്ഞ ആൾക്കാരാണ്, അങ്ങനെ വിചാരിച്ചു പണിഷ് ചെയ്യാണ്, മനസ്സിലായോ? ഇവരാണല്ല നിങ്ങള് എഴുതുകാരൻ ഇവിടെ ഇരുന്ന് ഇമ്പോസിഷനൊക്കെ എഴുതിക്കുക. സാറല്ലേ എന്തവിടെ നടക്കണം? ഈ സാറേ സാറെന്നുള്ള വിളി നിർത്തണം, പിന്നെ ഇവര് ഇടപെടാന്ന് വിളിക്കാൻ സമ്മതിക്കരുത്. ജനാധിപത്യ രാജ്യം അത് അവർക്ക് അറിയാം, അതിനുള്ള ബോധം ഇല്ല. ഇമ്പോസിഷൻ എഴുതാൻ അവരോട് ഇരുന്നു. ഇതെന്ത്? എനിക്കറിയാം, അത് ആ പാവങ്ങൾ ഇരുന്ന് എഴുതുന്നു. എന്നിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുവോ ഈ പൊട്ടന്മാര്? അപ്പൊ എന്തോരം വെളിപ്പെടുന്ന അതെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത്. ഈ ഫേസ്ബുക്കിൽ ഇടുമ്പോ മണ്ടന്മാരെ ഒരു കാര്യം മനസ്സിലാക്കുക, അത് ഈ ഇട്ടാവട്ടത്തുള്ള ഈ പൊട്ട മലയാളികൾ പൊട്ടക്കിണറ്റിലെ നിങ്ങളെപ്പോലത്തെ പൊട്ടക്കിണറ്റ തവളകൾ മാത്രം ആയിരിക്കത്തില്ല കാണുന്നത്. ലോകം മുഴുവനുണ്ട് ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനം. അതിനകത്തോട്ട് എടുത്തിടുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടത്തിൽ എടുത്തിടരുത്. അല്ലെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും ആൾക്കാർ കാണുമെന്ന് ഉണ്ടാക്കിയിട്ട് അതിനകത്തിട്ടോ? ഇല്ല, പറ്റത്തില്ല. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഇട്ടാൽ അത് ഇന്റർനാഷണൽ ആയി പോകും. അല്ലെന്ന്, ഫേസ്ബുക്കിനകത്തല്ല, ഇപ്പൊ എന്നിട്ട് കേരളത്തിൽ മാത്രം ഇത് കാണാവൂ, റെസ്ട്രിക്ട് ചെയ്യണം. അതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കുന്നവർ മാത്രമേ കാണാവൂ. അങ്ങനത്തെ ഗ്രൂപ്പ് അല്ലോടോ ഫേസ്ബുക്കിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാം. അല്ലടോ ഫേസ്ബുക്കിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാം, പക്ഷെ എന്നാൽ ഇതിനൊന്ന് പുറത്തെടുത്ത ആൾക്കാർ ഫേസ്ബുക്കിലിട്ട് കളിയാക്കി വരെ. ഇവന്മാർ ഇത്രയും മണ്ടന്മാരാണോ? നിങ്ങൾ എങ്ങനെ ഇത് ഒരു പ്ലാറ്റ്ഫോം മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? ഈ പൊട്ടക്കണ്ടിലൊക്കെ നിങ്ങളെ പോലത്തെ പൊട്ട തവളകളും അതിന് പാക്രവും മൂടുന്ന വേറെ കുറെ തവളകളും കൂടെ കൂടി എൻജോയ് ചെയ്യുന്ന പരിപാടി ചെയ്ത്, അല്ലാതെ വേറെ എല്ലാവർക്കും ഒന്നും ഇത് ഇഷ്ടപ്പെടുന്നില്ല. കണ്ട മനസ്സിലാവുകയും ചെയ്യും വിഡ്ഢിത്തരം കാണിക്കുന്നതെന്ന്. അതിന് വേറെ രാജ്യക്കാരെ കൂടെ അറിയിക്കണോ? അല്ലേ? ഗ്ലോബലാണിത്. ഇവന്മാർക്ക് ഈ പ്ലാറ്റ്ഫോം മനസ്സിലായിട്ടില്ലല്ലോ ഫേസ്ബുക്ക് എന്തോ. അതുകൊണ്ടാണല്ലോ ഇതിനകത്ത് മൈരെന്ന് പറഞ്ഞപ്പോ എന്നെ പിടിക്കാൻ വന്നേ. ഇത് അങ്ങനെ കാണേണ്ട സാധനം അല്ല. ഒന്നാമത് ഇതേപോലെ ഗിന്നസ് റെക്കോർഡ് അടിക്കാൻ വേണ്ടിയുള്ള ട്രൈ ആയിരിക്കും ഇത്രയും വിഡ്ഢിത്തരങ്ങൾ പോസ്റ്റ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട്. വിഡ്ഢിത്തരം ഇതൊക്കെ വലിയ മിടുക്കനാന്ന് പറഞ്ഞ് കാണിക്കുന്നതാണോ ഈ ഊളത്രയൊക്കെ? ഇതിനകത്ത് വലിയ ഉദ്യോഗസ്ഥരുണ്ടെന്നാ പറയുന്നത്, പക്ഷെ അവരൊക്കെ ചെയ്യുന്ന ഇതാണെങ്കിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലേ? സംവിധാനം കുറച്ച് പ്രശ്നത്തിലാണ്. അല്ലെ ഇത്തിരി പരിപാടി അവതരിപ്പിക്കാൻ എവിടെ സമയം കിട്ടുന്നേ? ഇതിനൊക്കെ എങ്ങനെ സമയം കിട്ടുന്നേ? ഇത് കണ്ടുപിടിക്കാൻ ഒരുപാട് സമയമുണ്ട്. എന്നാൽ ഇവിടെ മുഴുവൻ തട്ടിപ്പടന്നിട്ട് ടെലിഫോണിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെ CB ആണെന്ന് പറഞ്ഞും മറ്റവരാണെന്ന് പറഞ്ഞും പലരും ചിലപ്പോൾ വീഡിയോ കോൾ ചെയ്തിരിക്കും. ഇതിലൊന്നും വീഴരുത്.
ഞങ്ങൾക്ക് ഇവരെ പിടിക്കാനൊന്നും പറ്റത്തില്ല, ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുക, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഓടി രക്ഷപ്പെട്ടോളെ. എങ്ങനെയുണ്ടോ മണ്ടന്മാരെ, ഇങ്ങനെ മണ്ടനാകാവോ? ആരായിരിക്കും ഇത്? ഗവൺമെന്റിന്റെ നിവർത്തിയേട്, മനസ്സിലായോ? ഇവിടെ ഭയങ്കര ടെക്നോളജിയാ. ക്യാമറ ഇപ്പൊ തുപ്പിയാലാണ്ട് കഞ്ചാടിച്ചാൽ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പുതിയ സാധനം കൊണ്ടുവന്നേക്കുക. എന്നാ ഇവന്മാരെ വല്ല തുപ്പിക്കോ തൂറിക്കോ എല്ലാം ചെയ്യും. കുറെ ഉണ്ട് അവർക്ക് ഇതൊക്കെ പിടിക്കാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പെറ്റിയടിക്കാം, കാശുണ്ടാക്കാം, പോക്കറ്റ് അടിക്കാമല്ലോ. ഒരാളുടെ സലൈവൊക്കെ എടുക്കണമെങ്കിൽ അയാളുടെ പെർമിഷൻ ഒക്കെ വേണം. പിന്നില്ല, അതൊന്നും ഇല്ലാതെ അതിന് ഈ ജനാധിപത്യം എന്താണെന്നും ഈ നാട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നും ഹ്യൂമൻ റൈറ്റ് എന്താണെന്നും ഒക്കെ അറിയണം. അതിനെങ്ങനെ അറിയാം? ഹ്യൂമൻ റൈറ്റ്സ് അറിയത്തില്ല ഇവർക്ക്. ഹ്യൂമൻ റൈറ്റ്സ് എന്താണെന്ന് അറിയത്തില്ല, എന്താണെന്ന് അറിയില്ല. അത് അത്രയ്ക്ക് വിദ്യാഭ്യാസം ഉള്ളവരല്ല പോലീസ് കയറുന്നത്, മനസ്സിലായോ? ഹയർ ഒഫീഷ്യൽസിന് കാണും, അവർക്ക് അറിയായിരിക്കും. ഒരു SP മുകളിലോട്ടൊക്കെ ഇനി ഇരുന്നിരുന്നാണ് പഠിപ്പിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചൊരു പേപ്പറൊക്കെ ഉണ്ടായിരിക്കും ടെസ്റ്റില്. പക്ഷെ മറ്റവർക്ക് അറിയത്തില്ല, CA റേഞ്ചിൽ അറിയത്തില്ല. കാരണം എനിക്കറിയാം CAക്ക് അറിയത്തില്ലെന്ന്, മനസ്സിലായോ? CAക്ക് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, വെറുതെ വേസ്റ്റാ. അറിയാവുന്നത് ഈ ലൊടുക്ക് പരിപാടികൾ, ഇവിടുത്തെ കലാപരിപാടികൾ അറിയാം, അല്ലാതൊന്നും അറിയത്തില്ല. എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്ന, അപ്പൊ ക്രിമിനൽ പോലെ അവർ കാണത്തുള്ളൂ. അവർക്കെല്ലാം ഒരു പ്രശ്നക്കാരായിട്ടാണ് കാണുന്നത്. പറഞ്ഞു കൊടുത്താലും മനസ്സിലാകുന്നു. പറഞ്ഞിട്ടും മനസ്സിലായില്ല ശരിക്കും പറഞ്ഞ. അല്ല, അയാൾ അടുത്ത ദിവസം മറ്റേ ഇന്റർവ്യൂവിനകത്ത് ഇത് പറയത്തില്ല, ഏതാ വലിയ പണി വരുന്നുണ്ട്, അങ്ങനൊന്നും ആരും പറയില്ല. ബോധം ഞാൻ ഒത്തിരി സംസാരിച്ചു ഇവരോട്, പക്ഷെ ഇവർക്ക് മനസ്സിലായില്ല, ഒന്നും മനസ്സിലായില്ല. വെറുതെ വേസ്റ്റ് ആയി പോടും എന്റെ 1.5 മണിക്കൂർ. ശരിയാ, 4 പേരിൽ ഒരാൾക്കെങ്കിലും മനസ്സിലായോന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ കുറെ സംസാരിച്ചു ഇവരോട്. പക്ഷേ കാര്യം എന്ന് പറയുന്നത് മനസ്സിലായാലും മിണ്ടാതിരിക്കും ചില ആൾക്കാർ. പോട്ടെ, പിന്നെ ഇതേ മണ്ടത്തരം ചെയ്യുവോ? അല്ലെന്ന്, ഇത് മനസ്സിലാവുന്നവര് മര്യാദക്ക് ഇരിക്കുന്നവര് കാണും. അവരിപ്പോ താനീ പറയുന്നത് കേട്ടാലും അവര് കേട്ടിട്ട് ഓക്കെയാണ്, കറക്റ്റ് അറിയാവുന്ന കൂടുതലുള്ളത്. മറ്റേതാണ് കൂടുതലുള്ളത്. അപ്പൊ പിന്നെ ഇവർക്ക് അതിനകത്തൊന്നും ചെയ്യാനൊന്നുമില്ല. ഇനി ഇവരിപ്പോ ഒരു എന്തെങ്കിലും ഒരു നടപടി എടുത്തു എന്ന് വിചാരിച്ചോ, ഇങ്ങനെ ഇത്തരത്തില് പരിപാടികൾ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു വല്ല പറഞ്ഞെങ്ങാനും പോയാ അവന്റെ നെഞ്ചത്തോട്ട് കയറി അവൻ പിന്നെ കെട്ടിത്തൂങ്ങി ചാവേണ്ടി വരും. അതെ അതെ, ശരിയാണോ? അത്രയ്ക്ക് ഗതികെട്ട പിന്നെ ഒരു പോലീസുകാരൻ മര്യാദക്കാരൻ ഇറങ്ങിയേക്കണം. കൈക്കൂലി മേടിക്കത്തില്ല വലിയ പോലീസുകാരൻ, ആത്മാർത്ഥതയാണ് സാറേ. ആ സാധനം പിടിക്കുമല്ലോ. ശരിയാ, നാട്ടുകാർ സമ്മതിക്കത്തില്ല, കൈക്കൂലി മേടിച്ചേ പറ്റത്തുള്ളൂ. നീ എന്തോ അങ്ങനത്തെ ഒരു പോലീസുകാരൻ? അങ്ങനൊന്നും ഇവിടെ ഒരു പോലീസിന്റെ ആവശ്യമില്ല. ഒരു പോലീസുകാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം എന്നൊരു സാധനമുണ്ട്. തറയായിരിക്കണം, വിവരക്കേട് കാണിക്കണം, പൊട്ടം കളിക്കണം, പിന്നെ ഈ മറ്റേ മുകളിലോട്ട് കണ്ടാവുന്ന വണങ്ങി നിൽക്കണം, താഴോട്ട് കാണുന്നതിന്റെ കർണക്കുറ്റിക്ക് അടിക്കണം. അത്രേ അറിയത്തുള്ളൂ. വലിയ പുള്ളികളെ കാണുമ്പോ വണങ്ങുക, ഓച്ചാനിക്കുക, കാശില്ലാത്തവരെ അടിക്കുക, ഭയങ്കര മിടുക്കനാവുക. അങ്ങനെ അതേ ഉള്ളൊരു വഴിയാണ്. പാവപ്പെട്ടവനെ അടിച്ചത് മിടുക്കല്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. പാവപ്പെട്ട ഒരാൾ അടിക്കുന്നത് എങ്ങനെയാണ് മിടുക്കായിട്ട് ഒരാൾക്ക് തോന്നുന്നു? എനിക്ക് എങ്ങനെ തോന്നുന്നു? എന്നെക്കാളും പവർലെസ് ആയിട്ടുള്ളവരെ അടിക്കാൻ എന്ത് കഴിവുണ്ട്? അതായത് ഇവര് ഈ അധികാരം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, പോലീസിനൊരു കുറെ അധികാരങ്ങളുണ്ട്. ഇപ്പൊ സൊസൈറ്റിക്കകത്ത് ഇവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ നിയമം കൈകാര്യം ചെയ്യുന്ന ആളുകളായതുകൊണ്ട് കോടതിയിലോട്ട് എത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ ടാസ്ക്. കോടതിയാണ് പരിപാടി തീരുമാനിക്കുന്നത്. ഇതിനിടയിൽ ഈ പരിപാടി ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഇവര്, അതാണല്ലോ ഇവരുടെ തൊഴില്. അപ്പൊ ഇവർക്കിത് വ്യക്തിപരമായിട്ട് ഒരു എന്താ പറയുന്ന ഒരു ഹൈ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയായിരിക്കും. ഇവര് ഈ മനുഷ്യർ എന്നുള്ള രീതിയിൽ മറ്റൊരു മനുഷ്യന്റെ മേലെ ഒരു ആധിപത്യം കാണിക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു പവർ കാണിക്കുമ്പോഴേക്കും ഒരു ഹൈ കിട്ടുമായിരിക്കും, ഒരു സുഖം കിട്ടുമായിരിക്കും, ഒരു ഡോപ്പമിൻ ചെറിയൊരു റഷ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. അതൊക്കെ വെച്ചിട്ടായിരിക്കും ഇവര് ഈ സാധനം പിടിക്കണത്. എവിടെയെങ്കിലും ഒക്കെ ആളാവണ്ടേടോ. ശരിയാടോ, മുകളിലോട്ട് ഒരാളെടുത്ത് ഓടിക്കും, പട്ടി വില കൊടുക്കും. അതെല്ലാം കൂടെ താഴോട്ടിറക്കും. അതിങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ഹൈറാർക്കിയിലായിട്ട് ഈ സല്യൂട്ട് തന്നെ വലിയ പ്രശ്നമാണ്. സല്യൂട്ട് സല്യൂട്ട് എടുക്കുന്നത് പഴയ സാധനമാണ്. സാറിന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സാറൊന്നും വിളിക്കേണ്ട കാര്യമില്ല, മിസ്റ്റർ അഭിസംബോധന ചെയ്യാമല്ലോ. എന്ത് പിന്നെ ഒരു പേര് വിളിക്കാം? അതാ പറഞ്ഞത്, മിസ്റ്റർ അഭിസംബോധന ചെയ്യാമല്ലോ, പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാമല്ലോ. അത് ചെയ്യാവുന്നതാണ്. അതിവിടെ വേറെ കാര്യമുണ്ട്. ഇവിടെ ചേട്ടാ ചേച്ചി പിന്നെ എടാ പോടാന്ന് വിളിക്കും. ആരെ കണ്ടാലും പുറത്ത് കാണുന്നവരെല്ലാം പോലീസുകാർ എടാ എന്തോടാ ഇടോ ഇടോന്ന് വിളിക്കും. എന്തോടാ അത് കാണുമ്പോഴേ അറിയാം പൊട്ടനാന്ന്. മാറാങ്ങോട്ടോ എന്നൊക്കെ പറയുമ്പോ തന്നെ ഓക്കെ എന്ന് പറഞ്ഞാൽ അയ്യെന്ന് മാറാനല്ലേ, എങ്ങോട്ട് മാറണമെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നു ഈ പൊട്ടന്മാരില്ലടേ, ഈ കിട്ടവട്ടം കേരളം മാത്രം അല്ലേ. അതിനിടയിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്താ ഇവിടെ ഡാൻസുകാർ അതൊക്കെയാ. നല്ലൊരു ഈ പരിപാടി നടക്കുന്ന സ്ഥലത്ത്
ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എടുക്കാൻ. ഈ പരിപാടി നടത്തി കുറച്ച് കാശ് ഉണ്ടാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഓ അതല്ലടോ, ഇപ്പൊ ഞാൻ പറയാം, ഇവിടുത്തെ പിച്ചക്കാരെ വിളിച്ച് വരുത്തിയിട്ട് ആ സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്ന് 1,00,000 പേരെ നിർത്താൻ പറ്റും. അത്രയ്ക്കും പിച്ചക്കാർ ഈ നാട്ടിലുണ്ട്. അതും ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ ആക്കാൻ പറ്റും. മനസ്സിലായോ? ഉറപ്പല്ലേ? ഇവിടുത്തെ ഈ പറഞ്ഞ പിച്ചക്കാർ മേടിക്കാൻ പറ്റില്ല. ഇല്ല, അവര് 2 രൂപ 1,00,000 പേര് എടുത്തില്ല, 2 ലക്ഷം രൂപ. പക്ഷെ പിച്ചക്കാർക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഈ പരിപാടി ഈ പിച്ചക്കാർക്ക് ഈ പരിപാടി നടത്താൻ പറ്റും. കാശ് ഇങ്ങോട്ട് മേടിച്ചിട്ട് അല്ല വേറെ കാര്യം, കാശ് ഇങ്ങോട്ട് മേടിച്ചിട്ട് ഡാൻസ് കളിപ്പിക്കാൻ പറ്റും. കാശ് ഇങ്ങോട്ട് മേടിച്ചിട്ട് വെറുതെ ആൾക്കാരെ വിളിച്ചു വരുത്താൻ പറ്റും. കാശ് അവർക്ക് മേടിക്കാൻ പറ്റുമല്ലോ. പേ ചെയ്യും, നിങ്ങൾ കാശ് തരൂ എന്നിട്ട് നിങ്ങൾ വരൂ എന്ന് പറയാൻ പറ്റും. മനസ്സിലാവുണ്ടോ? പക്ഷെ പിച്ചക്കാർക്ക് ഇത് കൊടുക്കത്തില്ലായിരിക്കും. സ്റ്റേഡിയം പിച്ചക്കാർക്ക് സ്റ്റേഡിയം വലിയ തണ്ടികൾക്കേ കൊടുക്കത്തുള്ളായിരിക്കും. മറ്റേ ശ്രീശാന്തിനെ കളിപ്പിക്കാന്ന് പറഞ്ഞിട്ട് കളിപ്പിച്ചില്ലത്. അയ്യോ, അങ്ങനെ വല്ലതും ചെയ്തിരുന്ന ഞാൻ പിച്ചക്കാർക്ക് പ്രയോജനമെങ്കിലും ഉണ്ടായ അല്ലേ? ഏറ്റവും കൂടുതൽ പിച്ചക്കാർ വരുന്നു കലൂർ സ്റ്റേഡിയത്തിൽ. ഭയങ്കര പബ്ലിസിറ്റി, ഭയങ്കര സംഭവം. അവർക്ക് എന്നിട്ട് അതിനകത്ത് പൈസ വല്ലതും കിട്ടുവാണെങ്കിൽ അത് ആ പിച്ചക്കാർക്ക് കൊടുക്കാം. പണ്ടേ ഈ ശ്രീശാന്ത് ഇങ്ങനെ ഭയങ്കര സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ക്രിക്കറ്റർ പഴയതല്ല അത് യങ്ങാണ്. പക്ഷെ ഈ സാധനം കുറച്ച് പഴയ കളിക്കാരനാണല്ലോ. ഇയാളിങ്ങനെ എന്തോ ഇന്ത്യൻ എന്താണ് വേറെ ഏതോ കൺട്രിയുമായിട്ടുള്ള മാച്ച്, അപ്പൊ ഇങ്ങനെ കളിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇയാളെ കളിപ്പിച്ചില്ല, അങ്ങനെ വാർത്തയിലൊക്കെ വരുന്നുണ്ട്, ഈ പേപ്പറിലൊക്കെ വരുന്നുണ്ട്. ഇയാളെ കളിപ്പിച്ചില്ല, ശ്രീശാന്തിനെ കളിപ്പിച്ചില്ല. അപ്പൊ 2 ടീമുകളിരുന്ന് സംസാരിക്കുകയാണ്. എടോ, ഈ ശ്രീശാന്തിനെ കളിപ്പിക്കാന്ന് പറഞ്ഞിട്ട് കളിപ്പിച്ചില്ലല്ലോ എന്ന് പറയണം. അപ്പൊ മറ്റേ ആര് പറഞ്ഞു? കളിപ്പിച്ചല്ലോ, കളിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ ഇവര് ഈ പരിപാടി ഇവിടെ അവതരിപ്പിച്ചതേ മൊത്തത്തിലങ്ങ് നല്ലതായിട്ടുണ്ട്. നല്ല പരിപാടിയാണ്, നല്ലൊരു കച്ചവടമായിരുന്നു. ഈ വർഷത്തെ ഏറ്റവും നല്ല കച്ചവടം ബറോസിനെ വെട്ടിക്കൊണ്ട് കൊണ്ടുപോയി. ഗവൺമെന്റ് ഇടയ്ക്ക് നടത്തില്ല ചില പരിപാടികൾ. ഈ മറ്റേ കേരള മറ്റേത് അത് ബസ് എന്ന് പറഞ്ഞ് നടത്തും. പിന്നെ വേറെ ചില സാധനങ്ങളൊക്കെ നടത്തുന്നതുപോലെ കേരളത്തിന്റെ എന്തോ ഭയങ്കര മീറ്റിംഗ് ഒക്കെ നടത്തും. എന്തൊക്കെയോ പരിപാടികളൊക്കെ. ബസ് ഏതുവഴി പോയിടും? ബസ് കട്ടപ്പുറത്തായി. കുറെ പരാതി കൊടുത്തൊക്കെ എവിടെ ആയി? പരാതി ഏണ്ടൊക്കെ കൊടുത്തിട്ട് ആരാണ് ഇവിടെ എടുക്കില്ല. അങ്ങനൊന്നും ഇല്ലല്ലേ? എന്ത് പരാതി? അതെന്ത് നാടകമാണ്? അത് കഴിഞ്ഞൊരു അനക്കവും ഇല്ല. ബസ്സിന്റെ കണ്ടീഷൻ പറയുന്നുണ്ട് ഇടയ്ക്ക്. ബസ് കട്ടപ്പുറത്തിരിക്കുന്ന വാർത്ത വരും. അതൊക്കെ രസം അറിയോ? ബസ്സിനെ പറ്റി മുടിഞ്ഞ വാർത്തയാണ്. പക്ഷെ ബസ്സിൽ കുറെ ആൾക്കാർ വട്ടം നിന്നിട്ട് കൊണ്ട് കൊടുത്ത്. അതെന്തി? അതിനെപ്പറ്റി ആരും സംസാരിക്കത്തില്ല. ബസ് കൊള്ളത്തില്ല, ബസ് മേടിച്ചുകൊണ്ട് വന്നതിനകത്ത് റെന്റ് കൂടിപ്പോയി. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. 1.5 കോടി രൂപ എങ്ങാണ്ട് മുടക്കിയ ബസ് വാങ്ങിച്ചേക്കണം. അത് പോട്ടെ. അല്ല, അതെന്താണെന്നറിയാം, എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആർക്കോ കുറച്ച് പൈസയുടെ ആവശ്യമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ സഖാവിന് ചിലപ്പോൾ ഒരു 30 ലക്ഷം രൂപയുടെ ആവശ്യം ഉണ്ടായിട്ടുണ്ടാവും കുറച്ച് പേർക്ക്. ഈ ബസ് ചിലപ്പോൾ ഒരു റീസണബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് ആണല്ലോ മേടിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ഗവൺമെന്റിന്റെ മറ്റു ആനുകൂല്യങ്ങൾ ഈ ബസ് വിറ്റവർക്ക് ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. വേറെ എവിടെയെങ്കിലും ഒക്കെ കൈ കൊടുത്തിട്ടൊക്കെ ഉണ്ടാവും. ഒന്നും പറയാൻ പറ്റില്ല. ഈ പരിപാടി കൊണ്ടുവന്നായിരിക്കും. അത് പോട്ടറോ, എത്ര കോടി മുടക്കിയ അതങ്ങ് മുടിച്ചോ. പക്ഷെ ഈ പാവപ്പെട്ടവര് ഇതിന്റെ പുറകെ ഉണ്ടെന്ന് പറഞ്ഞ് പേപ്പർ കൊടുത്താൽ അവിടുത്തെ പരാതി ഇവിടുത്തെ പരാതി. അവര് അത്രയും വലിയൊരു ഊമ്പിയില് ബസ്സിനകത്ത്, ബസ് കട്ടപ്പുറത്തായതുകൊണ്ട് അതല്ല ബസ്സിനകത്ത് കൊള്ളൂ. നല്ല സ്പേസ് ഉള്ള ബസ്സല്ലേ. ബസ്സിന്റെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടില്ല. ഒരുപാട് പരാതികൾ അതുപോലെ കട്ടപ്പുറത്ത് വെക്കാൻ പറ്റും, പരാതികൾ ശേഖരിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ബസ്സാണ്. ഗവൺമെന്റ് ഓഫീസ് പോലെ തന്നെ അവരത് അവിടെ എടുത്ത് എന്തൊരു ഊമ്പീരായിരുന്നു അത്. കുറേ ഇങ്ങനത്തെ കളിപ്പീര് നടന്നു ഇവിടെ. അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ലെന്നുള്ള ഏറ്റവും വലിയ ആർക്കും വേണ്ട. ഈ പ്രതിപക്ഷം ഇരിക്കുന്നതിന് എന്തോ ഇരിക്കുകയാണ്. ഇവിടെ അതിന് ഇത്തരം കാര്യങ്ങളൊന്നും അല്ലല്ലോ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം മറ്റേ യൂട്യൂബ് ഏതെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ ഒരു കഞ്ചാവ് അടിച്ചതിന് പയ്യനെ പിടിച്ചിട്ടുണ്ട്. അത് മറ്റേ MLA ഭയങ്കര പ്രശ്നം കേട്ടോ. അത് ഏത് 3 ഗ്രാം കഞ്ചാവ് അടിച്ചെന്നോ അടിച്ചില്ലെന്നോ ഏണ്ടൊക്കെ പറയുന്നു. കയ്യിലിരുന്നെന്നോ നിലത്ത് കിടന്ന് കിട്ടിയെന്നോ. ആ കേസിൽ ഈ പയ്യനെ 9ാം പ്രതി. മനസ്സിലായോ? 1ാം പ്രതിയുടെ ഫോട്ടോ ഒന്നും വന്നില്ല. ഈ 9ാം പ്രതിയുടെ ഫോട്ടോ വെച്ച് MLA മകനാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചതിന്റെ പിന്നിലെ ചേതോകാരം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം എല്ലാവർക്കും ഉണ്ട്. ഇവിടെ ആളുകൾക്ക് അറിയാം. അതേ പരിപാടിയാണ് ആറാട്ടണ്ണനോട് കാണിച്ചത്. ആറാട്ടണ്ണ കേസിൽ 8ാം പ്രതിയാണ്. ആറാട്ടണ്ണ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ലാത്തടത്ത് ഒരു പെണ്ണെന്നും പറയേണ്ട ഒരാൾ വന്ന് പരാതി കൊടുക്കുമ്പോൾ അത് വെച്ചിട്ട് വാർത്ത അടിച്ചു വിടുന്നിടത്ത് എല്ലാം ഫോട്ടോ ആറാട്ടണ്ണന്റെ എന്ന് പറഞ്ഞ പോലെ ഒരു ചെറുക്കനെ കൂടെ കിട്ടിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇത് മീഡിയ ചെയ്യുന്ന ഭയങ്കര മോശം. ഇവന്മാരെ വിടാൻ പറ്റത്തില്ലല്ലോ. മോൻ അല്ലെങ്കിൽ ആ പയ്യന്റെ ഫോട്ടോ വെച്ച് ഇവർ ഈ സാധനം ചെയ്യോ? ഇല്ലല്ലോ. ഇങ്ങനെ വല്ലത് ഞാൻ ഇനി എന്തെങ്കിലും ചെയ്താണ്ടല്ലോ, എന്റെ വല്ല ഫോട്ടോ ആവശ്യമില്ലാത്തടത്ത് ഇവര് അന്വേഷിക്കാതെ ഉപയോഗിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം ഇവരെ തപ്പി നമ്മളവിടെ ചെല്ലുക എന്നുള്ള ഒറ്റ വഴിയേ ഉള്ളൂ. നിയമം കയ്യിലെടുക്കേണ്ടി വരും. ഇല്ല ഞാൻ അതൊന്നും ഇല്ല. അത് പോട്ടെ, കോടതിയൊക്കെ വിട്ടേക്ക്. നിയമം കയ്യിലെടുക്കേണ്ടി വരും ചിലപ്പോൾ ഇങ്ങനെ പോയാൽ.
എന്തോടെ കുഴപ്പമിരിക്കുന്നത്? എന്തായാലും നമ്മൾ ചീത്തപ്പേരായി. എങ്കിൽ പിന്നെ ഇത് ഇട്ടവനെ ഒന്ന് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നും ഇല്ലല്ലോ. അവനെ പൊക്കണം, എന്നിട്ട് അവനെ ഇരുത്തി പറയിക്കണം എന്തായിട്ട് സംസാരിക്കാം. അല്ല, അവനെ പൊക്കിയിട്ട് നമുക്ക് മര്യാദയ്ക്ക് അവനോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ഇട്ട് കൊടുക്കാം, നാട്ടുകാരെ കാണിക്കാം ഇവൻ എന്താ ഉദ്ദേശിച്ചതെന്ന്. അതിന് വലിയ പാടൊന്നും ഇല്ല. ഇവനൊക്കെ താമസിക്കുന്ന എവിടെ നമുക്ക് കിട്ടും, സമ്മതിക്കാമല്ലോ. ഇല്ല അതല്ല, പൊക്കണം. പൊക്കിയിട്ടുള്ള കേസ് വേറെ എന്താണോ അവൻ ചെന്ന് കൊടുത്തോട്ടെ. പക്ഷെ അവനെ പൊക്കണം, മനസ്സിലായോ? അല്ല, വിടരുത് ഇവനെ. കാരണം പോലീസ് കണ്ടോണ്ടിരിക്കുന്നുണ്ട് ഇത്തരം കള്ള വാർത്ത അടിച്ചുവിടുന്നു. അല്ല, ഞാൻ പറയട്ടെ, പോലീസുകാർ കാണുന്നില്ലേ ഇത്തരം വാർത്തകൾ അടിച്ചുവിടുന്നു, നിരപരാധികളായ ആൾക്കാരുടെ ഫോട്ടോ വെച്ചിട്ട് പ്രചരിപ്പിക്കുന്നു. ഇതെല്ലാം പോലീസ് കണ്ടിട്ട് അവർക്കൊന്നും ചെയ്യാനില്ല. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്കൊന്നും ചെയ്യേണ്ട, പിന്നെ നമ്മൾ ചെയ്യുന്നതിന് എന്താ? തനിക്ക് മനസ്സിലായി, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി. അതായത് കള്ള വാർത്ത എന്നെ പറ്റി അടിച്ചാൽ ഞാൻ അതിന് പിടിക്കും. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, അതൊക്കെ അത് വേറെ, അത് തന്റെ പേഴ്സണൽ സാധനമാണ്, അത് എനിക്ക് മനസ്സിലായി, അത് പിടിക്കാം. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഈ പറഞ്ഞ പോലെ ഇവിടെ നിയമം വർക്കാവുന്ന അല്ലെങ്കിൽ നിയമപാലകര് ഈ സാധനം എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി തനിക്ക് മനസ്സിലായി. അതുമല്ല, മൈക്കുമായിട്ട് വരുന്നതിന് അവിടെ ഇട്ട് പെരുമാറും. 20 വർഷം മുമ്പ് ക്യാമറ തല്ലി പൊട്ടിക്കുക അല്ലേ? 20 വർഷം മുമ്പ് ഇവിടെ ബൈക്കിൽ പോകുമ്പോൾ ഹെൽമെറ്റ് വെക്കണ്ടായിരുന്നു. അങ്ങനെ ആരും ചോദിക്കില്ല ഹെൽമെറ്റ് എവിടെയാന്ന് ചോദിക്കില്ല. ഇനി ഹെൽമെറ്റ് വെച്ചോണ്ട് പോയാലോ ഡൗട്ട്ഫുൾ ആയിട്ട് നോക്കുക. അങ്ങനെയാ, ഹെൽമെറ്റ് വെച്ച് പോകണാണുമ്പോ ഇത് എന്താ ഹെൽമെറ്റ് വെച്ച് പോകണമെന്നുള്ളൊരു നോട്ടം എല്ലാവരും നോക്കും. മനസ്സിലാവണ്ടോ? ഫുൾ കവറൊക്കെ ആണെങ്കിൽ എന്തായാലും അതെന്തോ വേറെ ടീമാ പോണെന്നുള്ള പോലെ നോക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നിപ്പോൾ ഹെൽമെറ്റ് നിർബന്ധമാകുന്ന സ്ഥലത്ത് നമ്മൾ വന്നെത്തുന്നത് ഈ പറയുന്ന നിയമത്തിനകത്ത് ഇങ്ങനത്തെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ റവന്യൂ കൂടി കിട്ടണം. അങ്ങനത്തെ കേസ് ഇവർ എടുക്കുള്ളൂ. മനസ്സിലാവുണ്ടോ? പൈസയും കൂടി വേണം അവർക്ക്. ഗവൺമെന്റിൽ നിന്നാണല്ലോ അവർക്ക് പൈസ കൊടുക്കുന്നത്. ഇവർക്ക് മറ്റേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ, മറ്റേ എന്താണ് ഈ എന്തായാലും പറയാ, ടാർഗറ്റ് ഒക്കെ കാണും. ടാർഗറ്റ് ഉണ്ട്, അത്ര കേസ് ഉണ്ടാക്കണമെന്ന് ടാർഗറ്റ് ഉണ്ട്, ഇത്ര കഞ്ചാവ് കേസ് വേണമെന്ന് ടാർഗറ്റ് ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീഡിയ അറ്റൻഷൻ കിട്ടുന്ന പരിപാടികൾ ചെയ്യുന്നത് ഇവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ MLA യുടെ കേസൊക്കെ വരുമ്പോൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് മോനെ 9ാം പ്രതിയായ മോനെ മാത്രം ഫോട്ടോ ഒട്ടിച്ച് അവനെ പറ്റി കുറെ പേർ ട്രോൾ ഉണ്ടാക്കാൻ പാർട്ടി വൈരാഗ്യം തീർക്കും. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും. ഇതൊക്കെ മീഡിയയുടെ പണി. പിന്നെ ഉറപ്പല്ലേ, പോലീസുകാർ അങ്ങനത്തെ ഉണ്ട്. ശരിയാ, അവരുടനെ അത് പൊക്കി വിടും. എനിക്കറിയാവുന്ന CPM കമ്മ്യൂണിസ്റ്റ് മറ്റേ സൂപ്പർ അന്തം കമ്മി പോലീസുകാരുണ്ട്, എനിക്ക് പേഴ്സണലി അറിയാവുന്ന. അതുപോലെ തന്നെ സംഘികളുണ്ട്, ഞാനും കണ്ടാന്ന് പറയും സംഘി പോലീസിനെ. സംഘികളെ ഞാൻ അങ്ങനെ ഞാൻ ഒരു ഫോട്ടോ കമ്മികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് കമ്മികളായിട്ട് കുറച്ച് ഓക്കെ റിലേഷൻ ആയിരുന്നതുകൊണ്ട്. കമ്മികളായാലും വലിയ പേടിക്കണ്ടോ, കുറച്ച് ബോധം കാണും. എന്താ സംശയം? അടിസ്ഥാനപരമായി കുറച്ച് കാര്യങ്ങൾ ഇച്ചിരിയൊക്കെ മര്യാദ കാണും. മനുഷ്യനോട് ഒരു ബേസിക് മര്യാദ സാധനം കാണിക്കും. കോൺഗ്രസ്സുകാരും പ്രശ്നമില്ല, പക്ഷെ സംഘി വരുമ്പോ അങ്ങനല്ല. അതായത് തീട്ടോ സംഘി വരുമ്പോ എടുക്കാൻ പറ്റില്ല. വെറും തീട്ട ബുദ്ധിയായിരിക്കും തലയിരിക്കും. സംഘി സാധനമാണ്. അത് പറഞ്ഞപ്പോഴാ മറ്റേ അമൃത ബാലമുരളിയോ എന്താ, അപർണ ബാലമുരളി. അപർണ ബാലമുരളി. ഈ അപർണ ബാലമുരളിയുടെ കാര്യം താൻ നേരത്തെ പറഞ്ഞില്ലേ, അതിനകത്തൊരു സാധനമുണ്ട്. ഇവളി ഇങ്ങനെ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുന്ന പരിപാടിയാണല്ലോ പ്രശ്നമായത്. ഒരാൾ വന്നിങ്ങനെ പിടിച്ച് ഫോട്ടോ എടുക്കാൻ തോളത്ത് പിടിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പൊ ഈ ഫോട്ടോ എടുക്കാൻ വരുമ്പോ ഇവളിങ്ങനെ മാറ്റുന്ന ആ മാറ്റലുണ്ടല്ലോ, അത് ഈ പറഞ്ഞ പോലെ ഒരു മറ്റേ ഒരു പേഴ്സണൽ സ്പേസിലോട്ട് ഇൻവൈഡ് ചെയ്തതിന്റെ ഭാഗമായിട്ട് മാറ്റുന്ന മാറ്റലായിട്ടല്ല എനിക്ക് തോന്നുന്നത്. എനിക്കത് മനസ്സിലായെന്താ പറയാ, അതൊരു തരം റേസിസമാണ്. ലൈക്ക് അതൊരു വംശീയതയാണ്. അങ്ങനെ മാറിയേക്ക് എന്നുള്ള സാധനമാണ്. അവള് വലിയ ആള് അവനൊരു ചെറിയ ചെക്കൻ, ഒരു പാവപ്പെട്ടവൻ, അവനെ കണ്ടിട്ട് അത്ര പോരാ, അതുകൊണ്ട് അവനോട് അങ്ങോട്ട് മാറിയേക്കാൻ പറഞ്ഞു. ലുക്കില്ല അവന്, അതുകൊണ്ട് അവനോട് അങ്ങോട്ട് മാറിയേക്കാൻ പറഞ്ഞു. മനസ്സിലായോ? അത് റേസിസം ആണത്, അല്ലാതെ പേഴ്സണൽ സ്പേസിന്റെ പ്രശ്നമൊന്നുമല്ല. ഇങ്ങനെ പറയും പേഴ്സണൽ സ്പേസ് ഒരു വ്യക്തിയുടെ അതൊക്കെ രഹന, അവള് പറഞ്ഞാൽ സമ്മതിക്കാം. അയ്യോ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഡാൻസ്. 12,000 പേരെ വിളിച്ചു വരുത്തിയിട്ട് അതാണ് നടന്നത്. ഒരു കുറെ ഉടുപ്പും മേടിച്ച് ഞാൻ അതിൽ പിച്ചക്കാരെ വിളിച്ചൊരു രീതിയിൽ കൂടുതൽ പിച്ചക്കാരെ കിട്ടും. 12,000 ഒന്നുമല്ല, 50,000 പിച്ചക്കാരെ കിട്ടും ഇന്ത്യയില്. പല ഭാഷയിൽ നിന്ന് വരും. കേരളത്തിൽ നിൽക്കുന്ന തമിഴ്, ഉറുദു വരുന്നവര് കാണത്തില്ല, പിച്ചക്കാര് കാണത്തില്ല. നിങ്ങൾ പിന്നെ മാർവാടികൾ പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുണ്ട്, അത് നടക്കത്തില്ല. ഇവിടുത്തെ മതി. കേരളത്തിൽ കറങ്ങിടക്കുന്ന പിച്ചക്കാരെ വരൂ എന്ന് പറഞ്ഞ ഇതിൽ കൂടുതൽ ആൾക്കാരൊക്കെ കിട്ടും. ഇന്ത്യ 140 കോടി ജനം, കേരളത്തിൽ 4 കോടിയോളമായി.
അപ്പോൾ അതിനകത്ത് നിന്ന് 12,000 പേരെ കണ്ടെത്തി ഒരു 3-4 കോടി രൂപയുടെ ബിസിനസ് നടത്തുന്ന ഒരു വലിയ തെറ്റൊന്നുമില്ല. കൊള്ളാം. കേരളത്തിലെ എല്ലാ മദ്യപാനികളെ വിളിക്കാം. പൊളി പരിപാടിയായിരിക്കും, അന്യ പരിപാടിയായിരിക്കും. എല്ലാ മദ്യപാനികളെ ഇൻവൈറ്റ് ചെയ്യാം. ഒരു പരിപാടി ഈ പറഞ്ഞ ബ്രാൻഡുകളെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിച്ചിട്ട് പരിപാടിയാണ്. മദ്യപാനികളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാനെന്ന് പറഞ്ഞാൽ മതി. ഒരു സൈക്കോളജിന്റെ ഒരു ക്ലാസ് വെക്കാം. ഒന്ന് ഒരു 500 പേര് സൈക്കോളജിസ്റ്റ് വേണ്ടി വരും. 10 മിനിറ്റുള്ള ക്ലാസ് നടക്കുള്ളൂ. അത്രയും മദ്യപാനികൾ വരുമല്ലോ. സ്റ്റേഡിയം പോരാതെ വരും. ഒരു ക്വാർട്ടർ മേടിക്കുന്ന പൈസ എന്നാ എന്ന് പറഞ്ഞാൽ മതി. വിളിച്ചു വരുത്തിയിട്ട് ചുമ്മാ വെള്ളം അടിച്ചിട്ട് നിങ്ങൾ ഒരു ഡാൻസ് കളിച്ചു. സ്റ്റേഡിയം ഫുൾ സ്റ്റേഡിയം ഇവർക്കാണ്. സ്റ്റേഡിയം പൊളിച്ചേക്കരുത്. അത് ഇതിൽ കൂടുതൽ ആള് വരും. അത് വേൾഡ് റെക്കോർഡ് ഈ പറഞ്ഞാൽ ഇങ്ങനെ ഒന്നായിരിക്കും. അത് വേൾഡ് റെക്കോർഡ് ചുമ്മാ ഇങ്ങനെ ഈ ചെറിയ വാർത്തക്കകത്ത് മാത്രം ആയിരിക്കത്തില്ല, ലോകത്ത് മുഴുവൻ ഒരു വൈറൽ ആകാനുള്ള സാധ്യത വരെ ഉണ്ട്. അറ്റൻഷൻ കിട്ടുന്നു. അങ്ങനെ വൈറലും കൂടെ ആയിരിക്കും. അല്ലാതെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഒതുക്കത്തിൽ പോയി എഴുതി വെക്കുന്ന പരിപാടി ആയിരിക്കത്തില്ല. ആരും അറിഞ്ഞു പോലും ഇല്ലെന്ന്. ഒരു സ്റ്റേഡിയം നിറച്ച് ഫുൾ പാക്കായിട്ട് കുടിയന്മാരും കള്ളും മ്യൂസിക്കും ഡാൻസും. മലയാളം മറ്റേ തക്കിളി മുക്കിളി, പിന്നെ താങ്കണക്കത്തിൽ പിടിത്തോടി വന്തിക്കുണി മേളം, കാവടി മേളം അങ്ങനെ വെച്ചോളാം. മെയിൻ കോമരങ്ങൾ കൊടിയുണ്ട്, പഞ്ചവാദ്യപ്പുകളുണ്ട്, കോമരങ്ങൾ കൊടിയുണ്ട്, പഞ്ചവാദ്യപ്പുകളുണ്ട്, തങ്കവേല് ആരോ ആണ്. എന്തിനാട്ടെ, ശരി.